നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണ്. എല്ലാ വർഷവും ഞാൻ ആറ്റുകാൽ അമ്പലത്തിനടുത്താണ് പൊങ്കാല ഇടുന്നത്. ഇപ്രാവശ്യം ഞാൻ കരുതി വീട്ടിലിടാം. കുറച്ച് അസൗകര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ വീട്ടിലിടാമെന്ന് കരുതി. അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം 8:30 മണിയായിട്ടുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞു. ഞാൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. പൂവെല്ലാം വച്ചിട്ടുണ്ട്. മറ്റേ അരളിപ്പൂടെ ഉണ്ട്, അത് വയ്ക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. ഇനി ബാക്കി കുറച്ച് പരിപാടികളുണ്ട്, അത് കഴിഞ്ഞിട്ട് ഫ്രീ ആവാണ്. സമയം ഉണ്ടെങ്കിൽ അരളിപ്പൂവൊക്കെ വയ്ക്കാമെന്ന് കരുതിയേ. വേദ കുളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി കുറച്ച് തീർത്ഥം എല്ലാം വാങ്ങണം. എല്ലാം വാങ്ങിയിട്ട് വന്ന് ബാക്കി പരിപാടികൾ തുടങ്ങാമെന്ന് കരുതി. തേങ്ങയെല്ലാം ഞാൻ രാവിലെ ചിരണ്ടി ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ഇനി നമുക്ക് തെരളിക്കെല്ലാം കുഴയ്ക്കണം, മണ്ടപ്പുറ്റ് ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. ഫസ്റ്റ് അമ്പലത്തിൽ പോവുക, കുറച്ച് ചന്ദനം എല്ലാം വാങ്ങണം. ഞാൻ പറഞ്ഞില്ലേ തീർത്ഥം കുറച്ച് വാങ്ങണം. തീർത്ഥം അല്ലേ, അത് കുറച്ച് വാങ്ങണം. അങ്ങനെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് വന്ന് നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം. എന്തായാലും ഞാൻ പൊങ്കാല ഇട്ട് കഴിഞ്ഞ ശേഷം ആറ്റുകാൽ പരിസരത്തേക്ക് വണ്ടി വിടുകയാണെങ്കിൽ നമുക്കൊന്ന് പോയി അവിടെ കറങ്ങി വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് വരാവേ. നമുക്ക് നമ്മുടെ വിശേഷം. ഇന്നലത്തെ വീഡിയോ എനിക്ക് കറക്റ്റ് സമയം അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടെല്ലാം വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് ലേറ്റ് ആയി, അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇട്ടത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്തായിരിക്കും ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ വീഡിയോ ആയിട്ട് കാണാവേ. എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരാം. എല്ലാ സ്ഥലങ്ങളിലും ആറ്റുകാൽ അമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലക്സുകളും ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആട്ടോ. അതെ, അമ്പലത്തിലേക്ക് വരാൻ പോയപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഫ്ലക്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ നേരെ അമ്പലത്തിൽ പോവുകയാണ്. 8:30 മണിയായെന്ന് ഞാൻ പറഞ്ഞില്ലേ. അമ്പലത്തിൽ വന്നപ്പോൾ എനിക്കൊരു സംശയം, ഇനി അമ്പലം അടച്ചു, ഒരു മനുഷ്യരെയും കാണാനില്ല. അപ്പോൾ അമ്പലം അടച്ചിട്ടില്ല, അകത്ത് ആളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഞാനങ്ങനെ ചോദിച്ചിട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ തന്നെ പോറ്റി നിൽപ്പുണ്ട്. പോറ്റിയോട് ചോദിച്ചു, എനിക്ക് തീർത്ഥം തരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനത് തരാമല്ലോ, ബോട്ടിൽ അവിടെ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ബോട്ടിൽ വെച്ചു. നല്ല കഴുകി വൃത്തിയാക്കിയെടുത്ത ബോട്ടിലാട്ടോ. അതിനവിടെ വച്ചു. അങ്ങനെ ഞാൻ എന്നിട്ട് മനസ്സുരുകി, നമുക്ക് ആറ്റുകാലമ്മയുടെ അടുക്ക വരാൻ പറ്റിയില്ല, ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സുരുകി പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് തന്നെയാണ് വിശ്വാസം. നമുക്ക് ഇപ്രാവശ്യം ഞാൻ എന്തായാലും നടയ്ക്ക് വന്ന് പൊങ്കാല ഇടാൻ പറ്റിയില്ല. ഒന്നാമത് ഞാൻ മടിച്ച കാര്യം, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ, ആരും കൂട്ടിനില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ശരിക്കും പറഞ്ഞാൽ പോവാൻ തീരെയും മടിച്ചത്. പിന്നെ കുറച്ച് വല്ലാതെ വേദയ്ക്ക് എക്സാം കാര്യങ്ങൾ, പിന്നെ എനിക്ക് മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പൊങ്കാലെല്ലാം ഇട്ട് വെയിലെല്ലാം കൊണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് തീരെയും ഞാൻ പോവാത്തത്. പക്ഷേ അവിടെ അമ്പലത്തിൽ പോയി ഇടുന്നതിൻ്റെ ഒരു വൈബെന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. ഇനി അടുത്ത പ്രാവശ്യം പോകാൻ പറ്റുമോ, അത് ഇനി അടുത്ത പ്രാവശ്യം വീട്ടിലാണോ ഒന്നും അറിയത്തില്ല. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ പോറ്റി നമുക്ക് തീർത്ഥമെല്ലാം പൂജിച്ച് കൊണ്ട് തന്നിട്ടുണ്ട്. പ്രസാദം തന്നു. പ്രസാദം എനിക്കിനി നമ്മുടെ കലത്തിലും ഇതിലൊക്കെ കല്ലിലും തൊടണം. അങ്ങനെ ദേവിയുടെ പ്രസാദം എല്ലാം വാങ്ങിയിട്ട് ചന്ദനം എല്ലാം തൊട്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ചെന്നപാടെ അടുത്ത പരിപാടികൾ, ഇനി മണ്ടപ്പുറ്റുണ്ടാക്കണം, തെരളി വയണയപ്പം ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട്. അപ്പോൾ ഇനി ചെന്നിട്ട് വേണം ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഒരുക്കേണ്ടത്. ഒന്നും ആയിട്ടില്ല. കുളിച്ചതേ അമ്പലത്തിൽ വന്നിട്ടേ ഉള്ളൂ. രാവിലെ കുറച്ച് പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു, വീട്ടിൽ ജോലി, അതെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്. ഞാൻ എന്തിനാ ഇങ്ങനെ മുടി കെട്ടിയിരിക്കുന്നതെന്ന് അറിയുമോ? അഴിച്ചിടാമായിരുന്നു, പക്ഷെ പൊങ്കാല ഇട്ട് വരുമ്പോൾ അഴിച്ചിട്ടിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ പൊങ്കാല ഇട്ട് വരുമ്പോൾ നമ്മുടെ ആകെ വിയർത്ത് കുളിച്ച് എന്തായാലും ഇങ്ങനെ കെട്ടി വെക്കേണ്ടി വരും അവസാനം. അതുകൊണ്ടാണ് ആദ്യമേ മുടി ഇങ്ങനെ തന്നെ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇറങ്ങിയപ്പോഴേക്കും ഗണപതി ഹോമം ചെയ്തതിൻ്റെ പ്രസാദം എല്ലാം ഇരിപ്പുണ്ട്. അതെല്ലാം കൂടി എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ആദ്യം നമുക്ക് പുണ്യവെള്ളം ഇവിടെ എല്ലാം ഒന്ന് തളിക്കാവേ, അമ്പലത്തിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ പോറ്റിയോട് ചോദിച്ചപ്പോൾ ഇത് തന്നെ നമുക്ക് പൊങ്കാല നേദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആവശ്യം കുറച്ച് കിണ്ടിയിൽ നമുക്ക് മാറ്റി വച്ചിട്ട് ബാക്കി നമുക്ക് വീട്ടിൽ ഫുൾ തളിച്ച് ഒന്ന് ശുദ്ധിയാക്കി എടുക്കാം. റോസാപ്പൂ പറഞ്ഞില്ല, അത് ലാസ്റ്റ് എടുക്കാം. ഇവിടെയൊക്കെ ഒന്ന് കുടങ്ങി. ഞാൻ പുറത്താണ്, മീൻസ് ഇവിടെയാണ്. അയ്യോ, നീങ്ങണില്ല. മാവെല്ലാം പൊടിയാണ്. ഇവിടെയാണ് പൊങ്കാല ഇടുന്നത്. കാരണം അകത്ത് നമുക്ക് ഇടാൻ പറ്റില്ല, അതിൻ്റെ ചൂടടിച്ചിട്ട് തറയെല്ലാം പൊട്ടും. അതുകൊണ്ട് നമുക്ക് നടുക്കല്ല, ഇവിടെ കണക്കാക്കി ഇടാം. വീട്ടിനകത്തൊഴിക്കണം. വേദ കുളിച്ചിറങ്ങിയാന്നോ, ഒന്നും കാണാൻ പോലും ഇല്ല. ഭയങ്കര ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ഭയങ്കര ഞാൻ മേക്കപ്പൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണുണ്ട്.
അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ വാങ്ങി തളിച്ചാൽ ഫുൾ ശുദ്ധിയാവും. ഇന്നലെ വൈകുന്നേരം ഡോബിയെ കൊണ്ട് ഫുൾ നീറ്റാക്കി ക്ലീൻ ചെയ്തു. രാവിലെ ഞാൻ എണീറ്റു, സാമ്പാർ വെച്ചു. ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയാണ്, കഞ്ഞിക്ക് റൈസ് കുക്കറിലിട്ടിരിക്കുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്. പിന്നെന്താ, അങ്ങനെ എല്ലാ പരിപാടികളും രാവിലെ എണീറ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇനി മുകളിലൂടെ ഉള്ളൂ. നീ ഡ്രസ്സൊക്കെ വേറെ ഇടണമെന്ന് പറഞ്ഞിട്ട് ഇത് കൂട്ടണ്ട അത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. വേദയ്ക്ക് ഭയങ്കര ചുമയാട്ടോ. ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഡോക്ടറെ വിളിച്ച് മരുന്നെല്ലാം വാങ്ങിയില്ല, ഡോക്ടർ അയച്ചു തന്നു, നമ്മുടെ സലീം ഡോക്ടർ. വേദ റൂമൊക്കെ ഭയങ്കര നീറ്റാക്കി ഇട്ടൊക്കെയല്ലേ. ഓക്കെ, വീടെല്ലാം ശുദ്ധിയായിട്ടുണ്ട്. ബാക്കി വെള്ളമുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിനെടുക്കാം. എന്തെങ്കിലും നിവേദിക്കാനോ എന്തിനെങ്കിലും വേണമെങ്കിലും എടുക്കാം. നിവേദിക്കാൻ ഞാൻ കിണ്ടിയിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം, അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിച്ച് വെക്കാം, കുഴപ്പമില്ല. റോസാപ്പൂ ഓക്കെ. ഇനി വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്ത ശേഷം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. എന്തായാലും സമയമുണ്ട്. ഞാൻ ദോശയും സാമ്പാറും ഒക്കെ രാവിലെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഫുഡ് ഞാൻ കഴിക്കുന്നില്ല, ഞാൻ പൊങ്കാലിട്ട് കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ. വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്ത ശേഷം നമുക്ക് തെരളിക്കും മണ്ടപ്പുറ്റിനൊക്കെ ഉള്ള പരിപാടികൾ തുടങ്ങാവേ. ഞാൻ വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കണം എന്തെന്നറിയോ? കഴിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, ഈ വെജിറ്റബിൾസ് ഒന്നും വയറിലേക്ക് പോവില്ല, അതുകൊണ്ടാണ് എടുത്ത് കൊടുക്കുന്നത്. നമ്മളെ ആ മല്ലിയും മുളകും കഴുകിയിട്ടിട്ട് ഞാൻ ഭയങ്കര അഹങ്കാരത്തോട് പറഞ്ഞില്ലേ, ഭയങ്കര വെയിലുണ്ടെങ്കിൽ പിന്നെ അപ്പം തന്നെ ഉണങ്ങി കിട്ടുമെന്ന്. അതിനുശേഷം ഇന്ന് വരെ വെയിലുണ്ടായില്ല, എന്നാണ് വെയിലുള്ളത്. അപ്പോൾ ഇതെടുത്തിട്ടുണ്ടെങ്കിലേ എൻ്റെ മുളകെല്ലാം ചീത്തയായി പോകും. അല്ലെങ്കിലും പൊങ്കാലയുടെ തലേ ദിവസം ഒരു മഴ പോലെ നിന്നിട്ട് പൊങ്കാലയുടെ അന്ന് ഭയങ്കര വെയിലായിരിക്കും. എവിടെ നിന്ന് വരുന്ന വെയിലാണെന്ന് പറയാൻ പറ്റില്ല. ഏതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. നമുക്കിനി കട്ടയൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. കിഴക്ക് സൂര്യൻ ഓക്കെ. കലം വെച്ച് നോക്കണം, കലമെല്ലാം കഴുകണം. ഇതാണ് എൻ്റെ ചട്ടിക്കലം. 1/4 കിലോ അരി ഇടുന്നുള്ളൂ, ഒരുപാടിട്ട് വേസ്റ്റാക്കി കളയണ്ടെന്നുള്ളത് കരുതിയിട്ട് 1/4 കിലോ അരി. ഈ പൈപ്പ് ലൈൻ പൈപ്പാട്ടോ, സാധാരണ ഇതിൽ വെള്ളം ഉണ്ടാവാറില്ല. ഇന്നിപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് വെള്ളമുണ്ട്. കല്ല് വെച്ചു, കലം വയ്ക്കാം. 1/4 കിലോ അരി ആയതുകൊണ്ട് കുറച്ച് വെള്ളം മതി. നമ്മളെപ്പോഴും കലം വയ്ക്കുമ്പോഴേ ഈ കിഴക്കോട്ടൊന്ന് ചരിച്ച് വെച്ചാൽ തിളച്ചങ്ങോട്ടേക്ക് പോകും. അപ്പം ചട്ടി സെറ്റാണ്, ഇരിക്കുകയല്ലേ. ഓക്കെ, നമുക്കൊരു ചന്ദനം ഇട്ട് കൊടുക്കാം കല്ലിലും. അങ്ങനെ പൊങ്കാലക്കലത്തിലും നമ്മുടെ കല്ലിലും ഒക്കെ ഞാൻ കുറി അടിച്ചു കൊടുക്കുകയാണ്. സാധാരണ ഞാൻ പൊങ്കാലക്കലത്തിലൊരു ഹാരം കെട്ടാറുണ്ട് കേട്ടോ, കെട്ടി വെക്കാറുണ്ട്. ഇപ്പം എനിക്ക് സമയം കിട്ടില്ല എന്നാണ് എൻ്റെ ബലമായ സംശയം. പൂവിരിപ്പുണ്ട്, അത് കെട്ടി ഇതിലിടണം, കലത്തിലിടണം. ഒരു ഹാരം വാങ്ങി, അത് ദേവിക്കിടാനായിട്ടാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ പൂ കെട്ടി കലത്തിലിടാൻ പറ്റൂ ഇല്ലയെന്ന് അറിയത്തില്ല. ആ പൂ വെക്കാത്തതുകൊണ്ട് കല ഒരു ഐശ്വര്യം ഇല്ലാത്തതുപോലെ ഇരിക്കുന്നു കേട്ടോ. ഞാൻ കലം വച്ചിട്ടാണ് ഓർമ്മിച്ചത്, അയ്യോ പടുക്ക വെച്ചില്ലല്ലോ എന്ന്. അങ്ങനെ ഏട്ടൻ വഴക്ക് പറഞ്ഞു, പടുക്ക വെക്കാണ്ട് ആരെങ്കിലും കലമൊക്കെ വെക്കുമോ എന്നിങ്ങനെ ചോദിച്ചു. അബദ്ധം പറ്റിപ്പോയത്, ഓർമ്മിക്കാണ്ട് ചെയ്തു പോയതല്ലേ, അതുകൊണ്ട് ദൈവം ക്ഷമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും കലം വച്ചത് കൊണ്ട് ഞാൻ പിന്നെ കലം എടുക്കാനായിട്ട് നിന്നില്ല. ഇത് ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്തത്, വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. അതായത് മൈക്കിൻ്റെ മുകളിൽ കൂടെ ഷോള് കിടക്കുന്നതുകൊണ്ട് വോയിസ് ക്ലിയർ ആയിട്ട് വരുന്നില്ല.
അപ്പോൾ കുറേ പോർഷൻസ് വോയിസ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ഷമിച്ച് കൊണ്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നല്ല ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് വീഡിയോ ഞാൻ 2ആയിട്ടാണ് ഇടുന്നത്. പൊങ്കാല കത്തിക്കാൻ പോകുന്നത് വരെ ഒരു വീഡിയോയും പൊങ്കാലയ്ക്ക് കത്തിച്ചിട്ടുള്ള ബാക്കി വിശേഷം അടുത്ത വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ അവലും മലരും ഫ്രൂട്ട്സും ഒക്കെ വെച്ചു. നമ്മൾ വാട്ടർമെലനും പൈനാപ്പിളും ഒക്കെ വാങ്ങിയില്ല, ഞാൻ കുറച്ച് ഗംഭീരമാക്കാമെന്ന് എഴുതിയതാണ്. പക്ഷെ അത് വെച്ചപ്പോൾ തന്നെ ഒരു ഭംഗിയില്ല. ഏട്ടനും എന്നെ കളിയാക്കി കേട്ടോ. അയ്യേ, ഇങ്ങനെയാണോ ആരെങ്കിലും പൈനാപ്പിളും വാട്ടർമെലനും ഒക്കെ വയ്ക്കുമോ? വയ്ക്കുന്നവരുണ്ട്, ഞാൻ പറയാം വയ്ക്കുന്നവരുണ്ട്, ഇപ്പോൾ വച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ദേവിയെ ഇങ്ങനെ വെച്ചപ്പോൾ ഏട്ടൻ ഒരേ തർക്കം. ഓപ്പോസിറ്റ് സൈഡാണ് പടുക്കയും ദേവിയും വയ്ക്കേണ്ടത്, എന്നിട്ട് ദേവിയെ നോക്കി നിന്ന് വേണം പൊങ്കാല ഇടേണ്ടതെന്ന്. പക്ഷെ ഞാൻ തർക്കിച്ചു, ഇങ്ങനെ തന്നെയാണ്, ഇന്നിപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ പൊങ്കാല ഇടുന്നത്, ഏട്ടൻ തർക്കിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക, ദേവി ഇങ്ങനെ വെച്ചിട്ടാണോ നമ്മൾ പൊങ്കാല ഇടുന്നത്, അതേ ഓപ്പോസിറ്റ് സൈഡ് ദേവിയെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് നിന്ന് വേണോ പൊങ്കാല ഇടേണ്ടത് എന്നുള്ളത്. ഏട്ടൻ പറഞ്ഞു രണ്ടും ഒരു സൈഡിൽ വെക്കാൻ പാടില്ല, ദേവി ഓപ്പോസിറ്റ് സൈഡും പൊങ്കാല ഇപ്പുറ സൈഡും എന്നാണ് പറഞ്ഞത്. ഞാൻ രണ്ടും ഒരേ സൈഡിൽ വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയുക. അതുപോലെ ദേവിയെ താഴത്ത് വെച്ചിരിക്കുന്നത് പിന്നീടാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ പിന്നെ ഇലയിലെടുത്ത് വെച്ചു കേട്ടോ, വിളക്കും എല്ലാം കൂടിയിട്ട് ഇലയിലെടുത്ത് വെച്ചു. ഇല കുഞ്ഞായിപ്പോയി, കുറച്ചുകൂടെ വലിയ ഇല എടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ഒരു പീഠം എടുത്തിരുന്നുവെങ്കിലും നല്ലതായിരുന്നു അല്ലേ. പീഠമായിട്ടില്ല, ഒരു പലവയുണ്ട്, അതിൽ വെച്ചിരുന്നെങ്കിലും നല്ലതായിരുന്നു. ഇനി ഒരു പീഠം എനിക്ക് വാങ്ങണം, വിളക്കുമൊക്കെ വയ്ക്കാനായിട്ട് ഒരു നല്ലതൊരെണ്ണം വാങ്ങണം. അങ്ങനെ പടുക്കയെല്ലാം സെറ്റ് ചെയ്യാണ്. പടുക്കയൊക്കെ വയ്ക്കുന്നതിലും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ, എനിക്കെല്ലാം അങ്ങനെ കറക്റ്റ് അറിയത്തില്ല. നമുക്കറിയാവുന്ന രീതിയിൽ ഞാൻ വയ്ക്കുന്നതെന്ന് അല്ല ഉള്ളൂ. അത് അങ്ങനെ വെച്ചാൽ ദോഷമുണ്ടോ എന്നൊന്നും അറിയത്തില്ല, ദൈവം ക്ഷമിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനതെല്ലാം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെയാണ് പൊങ്കാല ഇടുന്നതെങ്കിൽ അമ്പലത്തിനടുത്തൊക്കെ ആയിരിക്കും മിക്കവാറും പൊങ്കാല ഇടുന്നത്, മിക്കവാറും. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ അമ്പലത്തിനടുത്ത് പരിസരത്ത് എവിടെയെങ്കിലും ആയിരിക്കും പൊങ്കാല ഇടുന്നത്. പക്ഷേ അവിടെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ വിളക്കൊന്നും കത്തിച്ച് പടുക്കയൊന്നും വയ്ക്കാറില്ല, ജസ്റ്റ് കലം വയ്ക്കും, നമുക്ക് ആവശ്യമുള്ള പൊങ്കാലകൾ ഇടും എന്നല്ലാതെ ഈ പടുക്കയൊന്നും വെച്ചിട്ടുള്ള ഒരു വലിയ പരിപാടിയില്ല. ഇതിപ്പോൾ വീട്ടിലായതുകൊണ്ടാണ് ഞാൻ ദേവിയുടെ ഫോട്ടോയും ഒക്കെ വെച്ച് ഒരു ഇതായിട്ട് വയ്ക്കാമെന്ന് കരുതിയത്. മീൻസ് എന്താണ്, പടുക്കയൊക്കെ വെച്ച് ഒരു നല്ല രീതിക്ക് ചെയ്യാമെന്ന് കരുതിയത്. ഇതിനി ഇങ്ങനെയാണോ വയ്ക്കുന്നതെന്നൊന്നും അറിയില്ല, അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കലമെല്ലാം വച്ചിട്ടുണ്ട്, വെള്ളം വെച്ചു, ഇനി ഇല വെച്ച് മൂടി വയ്ക്കുകയാണ്. ഇനി ബാക്കി കുറച്ച് പരിപാടികളുണ്ട്, തെരളിക്ക് ഉണ്ടാക്കുക, പിന്നെ എന്താ മണ്ടപ്പൂറ്റിനൊക്കെ കുഴയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളുണ്ട്. ഇതിപ്പോൾ ഞാനും ഏട്ടനും കൂടി ഒരേ തർക്കത്തിൽ നിൽക്കുകയാണ്, പൊങ്കാല എങ്ങോട്ട് വയ്ക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഏട്ടൻ ഒരേ തർക്കം കേട്ടോ, തിരിച്ചാണ് വയ്ക്കേണ്ടത്. അങ്ങനെ ആയിരിക്കാം എന്തോ, എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം നല്ലതായിട്ട് ചെയ്യാം. ആരോടാ മറന്നുപോയി. മടക്കേ ചുറ്റി വെച്ചാൽ ഓക്കെ, കുറച്ച് ഉതിർപ്പുമൊക്കെയാണേ. ഇനി നമുക്ക് തെരളി മണ്ടപ്പുറ്റ് പരിപാടികൾ ചെയ്യാം. ഒന്നും ആയില്ല, 9:30 മണിയായി, 10:15 അടുപ്പ് കത്തിക്കുന്നത്. ആദ്യം തെരളിക്ക് നമുക്ക് കുഴയ്ക്കാമേ. 1/2 കിലോ മെഷർമെൻറ്റ് ഇതൊക്കെ വെയിറ്റൊക്കെ എടുത്തിട്ട് വന്ന്, കാരണം ഇത് 1 കിലോ പാക്കറ്റാണ്. എനിക്ക് 1/2 കിലോ മെഷർ ചെയ്ത് നമുക്ക് എടുക്കണം. 1/2 കിലോ പാക്കറ്റ് അവിടെ ഇല്ലായിരുന്നു. ഉപ്പിൻ്റെ പൊടിയാണേ തെരളിക്ക്, കുറച്ച് കൂടുതലുണ്ട്. 500 ഗ്രാമാണ് വേണ്ടത്. 1/2 കിലോയ്ക്ക് ഉണ്ടാക്കുന്നുള്ളൂ, കൂടുതൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, ഞാൻ ഉണ്ടാക്കുന്ന കണക്ക് പറഞ്ഞതാണ്. തേങ്ങ രാവിലെ ചിരണ്ടി വെച്ചു, തെരളിക്ക്, മണ്ടപ്പുറ്റിന്, പൊങ്കാലയ്ക്ക്. ഇത്ര പഴം കുറച്ച് കൂടുതലിട്ടാലേ തെരളിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പഴവും ശർക്കരയും തേങ്ങയും കൂടെ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മാവിട്ട് മിക്സ് ചെയ്യാവേ. കഴിഞ്ഞ പ്രാവശ്യം അമ്മ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട്, അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ശർക്കര പൊടിച്ചില്ല, ശർക്കര പൊടിക്കണം.
രണ്ടുണ്ട ശർക്കര ഇടുകയാണേ, രണ്ട് കറക്റ്റ് ആവും. അര കിലോ അരിക്ക് 1/2 കിലോ ശർക്കര, അങ്ങനെയാണ് ഞാൻ ഇടുന്നത്. ഇതിപ്പോൾ രണ്ടുണ്ട 1/2 കിലോ തികച്ചില്ല കേട്ടോ. ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ 430 ഗ്രാമേ ഉള്ളൂ. പൊടിച്ചിടുന്നതായിരുന്നു എളുപ്പം, തേങ്ങ ഇല്ല പൊട്ടിക്കാനായിട്ട്. അത് വെച്ചാൽ ഇത് പൊങ്കാലയ്ക്ക് പൊട്ടിക്കുന്നത്. തേങ്ങ അടക്കണം ഇനിയിപ്പോൾ ആ സമയം കൊണ്ട്. അല്ല ഉണ്ടായിട്ട് കിടക്കും. ഇതാകുമ്പോൾ ചെത്തിയില്ലേ. ആറ്റുകാലിപ്പോൾ 10 മണിയോ 10:30 ഒക്കെ പറഞ്ഞാലും ഒരു 10-15 മിനിറ്റ് കൂടെ കഴിഞ്ഞ് അവിടെ അടുപ്പ് കത്തിക്കത്തുള്ളൂ. കാരണം ദീപാരാധനയും പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ അടുപ്പ് കത്തിക്കുന്നത്. ശർക്കര 2 ഞാൻ ചെത്തിയിട്ടേ. കഴിഞ്ഞാൽ നല്ല തിരളിയും നല്ല മണ്ടപ്പുറ്റുമായിരുന്നു. കഴിച്ചോ ചോദിച്ചോ? നിങ്ങളെന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെന്നെ കൊള്ളാന്ന് പറഞ്ഞു. നിങ്ങളെന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെന്നെ കൊള്ളാന്ന്. അമ്മ ഉണ്ടാക്കണ നമ്മളെ കൊള്ളാന്നല്ലേ പറയുള്ളൂ. അങ്ങനെയല്ല, നല്ലതും അഴുക്കഴിക്കാനും പറയും. മോള് കഴിച്ചല്ല, മോളോട് ചോദിച്ചാൽ കൊച്ചു എവിടെ പോയാന്തോ കുളിക്കാനല്ലോ റെഡിയാവാൻ പോയിട്ട് ഇതുവരെ കാണാൻ. എല്ലാം കഴിയുമ്പോൾ വരും. പൊങ്കാലിടാൻ നേരമെങ്കിലും ഉണ്ടാവുമുണ്ടോ? ശർക്കര പൊടിച്ച് ഒരുവിധമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി കുഴയ്ക്കാം. പഴവും ശർക്കരയും തേങ്ങയും കൂടി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശർക്കര ഒന്ന് പൊടിച്ച ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ കറക്കിയെടുത്ത്. അപ്പം നല്ല ഇതായിട്ടിരുന്നു. തേങ്ങയും പഴമൊക്കെ കാര്യമായിട്ട് ചേർത്തോളാൻ എൻ്റെ അമ്മായിയമ്മ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു റെസിപ്പിയിലാണ് ചെയ്യുന്നത്. എടുത്തില്ല. ആ വേദം എവിടെ പോയോ ഒന്ന് സഹായത്തിന് ആ കൊച്ചിന് എടുത്തൊക്കെ തന്നൂടെ. നെയ്യൊക്കെ എൻ്റെ ഇടയിൽ എവിടെ ആയിട്ട് അത് പൊട്ടിക്കണം. എൻ്റെ കൈ എടുക്കുന്നു. വള അത് നല്ലോല മിക്സ് ചെയ്തെടുക്കണേ. വേദ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്നും പറഞ്ഞ് അച്ഛൻ്റെ ഫോണൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. ഇതുവരെ കണ്ടില്ല. എന്നൊന്ന് സഹായിക്കാൻ പോലും അപ്പച്ചില്ല. കുറച്ച് ഏലക്കേ, കുറച്ചതിന് വേണം, മണ്ടപ്പുറ്റിന് വേണം. പോയോ നമ്മുടെ പൊങ്കാലയ്ക്ക് ഇടാൻ വേണം കുറച്ച്. വള ഊരി പോണു. ഞാൻ ഇന്നലെ മാലയൊക്കെ ഇടാൻ എടുത്ത് വെച്ചില്ലേ, പിന്നെ ഇടാത്തത് എനിക്ക് ഇതിൻ്റെ കൂടെ ഇട്ടാൽ അത്ര ഭയങ്കര വലിയ മാല ഇട്ടാൽ ഭംഗിയായിട്ട് തോന്നില്ല. അതുകൊണ്ട് പിന്നെ ഇട്ടില്ല. ഞാൻ കരുതി സമയം കിട്ടില്ല എന്നാട്ടോ. സമയമുണ്ട്, രക്ഷപ്പെട്ടു. നന്നായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അരിയുടെ ഇടാനേ അരിപ്പൊടി, ഉപ്പിൻ്റെ അരിപ്പൊടി. ലൂസായി പോയോ എന്നൊരു സംശയം. പഴം കൂടി ഇത് ഇതിന് എന്തോന്ന് തിരളക്കി. മിക്കവാറും 1 കിലോ അരി ഇതിലിടേണ്ടി വരും കേട്ടോ. നെയ്യ് ഒഴിക്കണം. കുറച്ച് ലൂസായി പോയി ഗൈസ്. ഗൈസ് ഒരു അബദ്ധം പറ്റി. ആക്ച്വലി ഇതാണ് ഞാൻ തട്ടേണ്ടിയിരുന്ന അരി. ഞാൻ എപ്പോഴേ കരുതി 1/2 കിലോ അരി ഇത്ര വെയിറ്റ് ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ മണ്ടപ്പുറ്റിന് എടുത്ത് വെച്ചിരുന്ന 1/2 കിലോ അരി കേട്ടോ. അതിലേക്ക് ഇടാം. ഞാൻ കരുതി ദൈവമേ പണി പാളിയോ എന്ന് കരുതി ഇരിക്കുകയായിരുന്നു. അത് ഇതിൻ്റെ ബാക്കി തന്നെ. ഇത് 1 കിലോ കവറാണ്. അത് 1/2 കിലോ മാറ്റി വെച്ചിരുന്നത്. അതിൽ നിന്ന് ഒരു പിടി എടുത്ത് മാറ്റിയായിരുന്നു ഇവിടെ ഇരുന്നത്. അതാണ് ഞാൻ എടുത്ത് തട്ടിയത്. അപ്പം ഞാൻ കരുതി പണി പാളിയെന്നാണ്. കളിയാക്കിയതാണ്. നോക്കിക്കോ എൻ്റെ തെരളി. ഇത് തെരളിക്ക് ഉണ്ടാക്കുന്നതാണേ. ഇനി ഒഴിക്കാം ലാസ്റ്റ്. കുഴച്ചെടുത്തിട്ട് അപ്പോൾ കറക്റ്റായി. ഞാൻ കരുതി ലൂസായി എന്തോന്ന് ചെയ്യും. 1/2 കിലോ അരി ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ അത്രേ കാണുള്ളൂ. നമ്മൾ അളന്നെടുത്ത് വെച്ചതല്ലേ എന്നൊക്കെ കരുതി. അപ്പോൾ അമ്മ പറഞ്ഞു, കള്ളിക്കാട് അമ്മ പറഞ്ഞു കുറച്ചൊന്ന് ലൂസായിട്ട് കുഴച്ചെടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ചൊന്ന് ലൂസായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ലൂസായിട്ടാണ് കുഴച്ചെടുത്തത്. കുറച്ച് നെയ്യ്
നീ എന്നാ ഹെൽപ്പ് ചെയ്യാനല്ലേ ഇത് കുറച്ച് ഒഴിച്ചതാ. ഒഴിച്ചു കളയാതെ ഒഴി. ആ മതി 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 മതി, ഒരുപാടായാലും കൊള്ളില്ല. അല്ലെങ്കിൽ റോസിനി എടാ ഇല ഇടറാ. നീ അവിടെ ഇരി മക്കളെ, ഇവിടെ നിന്നാണല്ലോ ഇവിടെ സ്റ്റെപ്പിനിരി. അപ്പുറത്ത്. താഴെ ഇരി മക്കളെ, സ്റ്റെപ്പിടെ താഴെ ഇരി. ആ നീക്കി വെച്ചിട്ടിരുന്നാ പോരെ. ഇവിടെ നിൽക്കാം, എൻ്റെ പൈപ്പിൽ വെള്ളമുണ്ട്. ഇത് തേങ്ങ ഞാൻ എടുത്തോണ്ട് വെച്ചെങ്കിൽ ശർക്കര ഒന്ന് പൊടിക്കാന്നില്ല, അടുത്ത ശർക്കര അത് ചീകി ഇരിക്കാൻ കുറച്ച് സമയം എടുക്കും. ഇത് നമ്മളെ തേരളിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ചിലരൊക്കെ നല്ല കട്ടിക്കാണ് വയ്ക്കുന്നത്, ഞാൻ കുറച്ച് ലൂസായിട്ട് എടുത്തിട്ടുണ്ട്. ലൂസായിട്ട് എടുക്കാൻ അമ്മ പറഞ്ഞായിരുന്നുണ്ട്, കല്ലിക്കാട് അമ്മ പറഞ്ഞായിരുന്നു. പഴവും തേങ്ങയൊക്കെ കാര്യമായിട്ട് ചേർത്തിട്ടുണ്ട്. അത് അടപ്പ് മാറ്റിയിട്ട് വെള്ളം ഇടും. അവർക്ക് അറിഞ്ഞൂടല്ലോ, അത് പറഞ്ഞു. തട്ടല്ല മാറ്റാ. കുറച്ചുകൂടെ വെള്ളം ഇടും. ഇത് ഈ വര ഇടും. ഇത് ഏതാണ്ടാണ്. പിന്നെ അത് അവർക്കറിയില്ല. ആദ്യം പഠിക്കണം. പിന്നെ നീ എല്ലാം പഠിച്ചോണ്ടോ പറഞ്ഞു കൊടുത്താലും പഠിക്കുമോ? തട്ടെടുത്ത് വരുന്നു. അല്ല, ഒന്നും വച്ചിട്ടല്ലേ വെക്കണ്ടായിരുന്നത്? ഈശ്വര, ഇതിൽ വെക്കാൻ എനിക്ക് അറിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ കണ്ടാണ്. ഒന്നിവിടെ ഈർക്കിൽ വെക്കുന്നല്ലേ? കുത്തണം, അത് മടക്കിട്ട് കുത്തണം. ഒരുപാട് വലുതായ കൊള്ളില്ല. കുത്തുന്നു. ഓക്കെ, ചെറുതായിട്ട് കൂടിപ്പോയല്ലേ ഇത്. എടാ ഒരു നമുക്ക് ഇല വന്നെടുത്തതാ. വയണയപ്പം അടുപ്പത്ത് വച്ച ശേഷം അത് കഴിഞ്ഞിട്ട് മണ്ടപ്പുറ്റുണ്ടാക്കാവേ. ചിലരെല്ലാം കൂടി ഒരുമിച്ചുണ്ടാക്കും, അത് ചിലപ്പോൾ ശരിയാവും. കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ചാണ് ഉണ്ടാക്കിയത്. അത് വലിയ ഇല നോക്കിയെടുക്കണേ. ചെറുതായിട്ട് വേറെ കാണുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം അമ്മയും മാവ് വേദയും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. എന്തെന്നോ മണ്ടപ്പുറ്റുണ്ണി ഇതിൻ്റെ മുകളിൽ വയ്ക്കുകയാണെങ്കിൽ എല്ലാം കൂടി കുറവായിപ്പോയി. നമുക്ക് പതിയെ സാവകാശം ഉണ്ടാക്കാം. 1:15 വരെ സമയമുണ്ടല്ലോ. ഇങ്ങനെ കുമ്പള കുത്തി വയ്ക്കുമല്ലോ, കുമ്പളത്തപ്പം. അതെനിക്ക് കുത്താറിഞ്ഞൂടാ. ഇത് തന്നെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. പത്തുമണിയായി. 9:45. തെരളി സെറ്റ് ചെയ്ത ശേഷം ബാക്കി പരിപാടി ചെയ്യാം. ഇത് അടുപ്പത്ത് വെച്ചിട്ട് മണ്ടപ്പുറ്റുങ്ങി ചെയ്യാം. സമയമുണ്ട്. എല്ലാം കൂടി ഇല കഴിയില്ലേ?
ബാക്കി മാവെടുത്ത് മണ്ടപ്പെട്ടോ മണ്ടപ്പുറ്റിന് പഴമില്ല. ദേവിയെ നോക്കിയതാണ് പൊങ്കാലയുടെ. ഇത് ദേവി തിരിഞ്ഞിരിക്കും, എവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു പൊങ്കാലയുടെ. ദേവി ഇനി വരും. അതെന്താ ഷാജി അങ്ങനെ ഒരു ചോദ്യം? നമ്മളെ ഷാജി ചേട്ടൻ പൊങ്കാലായിട്ട് പണിക്ക് വന്നു. ഇത്ര ആത്മാർത്ഥതയുള്ള ഒരു പണിക്കാരനെന്ന് കാണില്ലേട്ടാ. പണിക്കാരനെ എവിടെ കിട്ടും നമുക്ക്? നിനക്ക് എന്തോ ഇല്ലെങ്കിൽ വേറെ ഡ്രസ്സ് എടുക്കുന്നു, അതിനെ പിടിച്ച് കുട്ടി ഇറുക്കി കൊണ്ടൊക്കെ ഇരിക്കും. ടി വി ഇടും. 10 മണി ആവാറായി. ടി വി ഇടും. ടി വി വർക്കാവും. കേബിൾ ചേട്ടൻ വലിയ ആത്മാർത്ഥത ഇല്ലാത്ത കേബിൾ ചേട്ടൻ പോകുന്നു. ചിലപ്പോഴൊക്കെ കേബിൾ കാണുന്നു. ഞാനും അങ്ങേരും കൂടെ എപ്പോഴും വഴക്കാണ്. കഴിയാറായിട്ട് ഇനി ഒരു 2 കൂടി വയ്ക്കാനേ ഉള്ളൂ. വേദയുടെ ന്യൂസ് ഇടാൻ പറഞ്ഞ് വേദ അങ്ങനെ ന്യൂസ് ഇട്ടേക്കാണ്. ന്യൂസിൽ എപ്പോഴാണോ പൊങ്കാല അടുപ്പ് കത്തിക്കുന്നത് സമയമുണ്ടല്ലോ, 10 സമയമുണ്ടല്ലോ. അങ്ങനെ ഒന്നുമില്ല. ഈ ഇതൊന്ന് മണ്ടപ്പുറ്റ് ഉരുട്ടി വെക്കാനാണ് പാട്. ഈ വെയിലത്താണ് ഓരോരുത്തരും നിന്ന്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മഴക്കാറുണ്ട്. അവസാനത്തെ തെരളി 2 കഴിക്കാം അല്ലേ? ഇതിന്റെ മുകളിൽ നിന്ന് നമ്മുടെ മണ്ടപ്പുട്ടൂടെ വെച്ചെല്ലാം കുളമാവും കേട്ടോ. കഴിയുന്നത് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം അങ്ങനെ ചെയ്യുന്നില്ല. മണ്ടപ്പുറ്റിന് 10-10 കുഴച്ച് വെക്കാം. ഇതങ്ങ് മൂടി വെക്കാവേ. ഇത് വെന്ത ശേഷമാണ് നമ്മൾ മണ്ടപ്പുറ്റ് ചെയ്യുന്നത്. 10:15 സമയം. 10 മണി ആയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തൊക്കെ വയ്ക്കാം. എന്നിട്ട് ഉരുട്ടി വെക്കുന്നത് പിന്നീട് വയ്ക്കാവേ. ഇത് നമ്മുടെ 1/2 കിലോ മാവാണ്. ഏലക്ക. ഇത് നമ്മുടെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏലക്കയാണേ. പിന്നെ പയർ പൊടിച്ചത് ഇങ്ങോട്ട് വേണമെങ്കിൽ വെക്കാം. പക്ഷെ അവിടെ വയ്ക്കാനുള്ളൊരു സൗകര്യമില്ല. ഏലക്ക പൊടിച്ചിടാം. പയറ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയായിരുന്നു. ഞാൻ വേറെ എന്തോ ആലോചിച്ചുകൊണ്ട് നിന്നു. അത് കുറച്ചൊന്ന് പൊടിഞ്ഞു പോയി കേട്ടോ. കുഴപ്പമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും പൊടിയേണ്ട ആവശ്യമില്ല. ഒന്ന് കറക്കിയെടുത്താൽ ചീവിക്കൊണ്ടിരുന്നാലേ കാര്യം നടക്കില്ല. നല്ല പൊടിച്ചെടുക്കാം. തേങ്ങ പൊട്ടുന്നുണ്ട്. അരക്കിലോ അരി, 450 ഗ്രാം അരിപ്പൊടി, ശർക്കര ഇട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഞാനിതിൽ ഒരു പഴവും കൂടി ഇടും കേട്ടോ. പഴവും കുറച്ച് വെള്ളമൊന്നും നനയ്ക്കാതെയൊക്കെയാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. എന്നെക്കൊണ്ട് ആ പരിപാടി നടക്കത്തില്ല. എന്തായാലും തെരളി കഴിഞ്ഞിട്ട് നമ്മൾ മണ്ടപ്പുറ്റ് ചെയ്യുന്നുള്ളൂ. തേങ്ങയും കൂടെ ഇടാമേ. തേങ്ങ കൂടെ ഇട്ട് കുഴച്ചിട്ട് ഇനി നമുക്ക് പൊങ്കാലയ്ക്ക് മാത്രം മതി തേങ്ങ. ഇത് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ബാക്കി തേങ്ങ കൂടെ ഇട്ട് നന്നായിട്ട് ഞാൻ പിടിക്കും. എന്നിട്ട് ഉരുണ്ട് വരുവാണെങ്കിൽ വെള്ളം ഒഴിക്കണ്ട. ഇല്ല എങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കി പരിപാടി ഞാനിത് അടുപ്പത്ത് പൊങ്കാല അടുപ്പ് കത്തിച്ച ശേഷം ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാന്നേ. സമയം 10:15 അതിൽ തിരളി എടുത്തിട്ടില്ല നമ്മൾ മണ്ടപ്പുറ്റ് വയ്ക്കും. ഇപ്പോൾ ഇനി കൈ കഴിഞ്ഞിട്ട് നമുക്ക് കത്തിക്കണ്ടേ? അടുപ്പൊക്കെ കത്തിച്ച്
ആ വിളക്കത്തി വരുമ്പോൾ അരി ഇടൂടാ. വിളക്കത്തി വരുമ്പോൾ അരി ഇടുമോ? അത് കൊള്ളാം. ഇത് ഉരുണ്ട് വരുന്നുണ്ട് കേട്ടോ, നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഉരുണ്ട് വരുന്നുണ്ട്. സൂപ്പർ മണ്ടപ്പറ്റി അരി കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാം. ഓ പിന്നെ നോക്കിക്കോ അല്ലേടാ. കൈ കഴുകി നമുക്ക് കൈ വരുന്നെങ്കിൽ ഇല്ല. പശുവിൻ്റെ ശുദ്ധമായ നെയ്യ്. പശുവാ പശുവാടേ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. സുന്ദരി ഇത് പൂ വച്ചില്ല. ഓ തലയിൽ വെച്ചിട്ടുണ്ട്. അത് തന്നെ പൂവിൻ്റെ കടയിൽ വയ്ക്കുന്നത്. മണ്ടപ്പുറ്റിൻ്റെ മാതിരി കേട്ട് തെരളിയായിട്ടുണ്ട്. നമ്മൾ അടുപ്പ് കത്തിക്കാനുള്ള സമയമായിരുന്നു, കിടക്കുന്ന കത്തിക്കാൻ. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിലായിരിക്കും. ചിലപ്പോൾ നാളെ ആയിരിക്കും കേട്ടോ അടുത്ത വീഡിയോ ഇടുന്നത്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാവേ.